വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 31 മുതൽ 35 വരെ തിരുവാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷം. തന്നെ വിമർശിച്ചവർക്ക് ചുരുങ്ങിയതും കൃത്യവുമായ വാക്കുകളിൽ ഈശോ ചുട്ട മറുപടി നൽകുന്ന തിരുവചന ഭാഗമാണിത്. വെറും 5 തിരുവചനങ്ങളിൽ ഒരു ഉപമയിലൂടെയും ഒരു താരതമ്യ അവതരണത്തിലൂടെയും ഒരു ജ്ഞാന ഉപദേശത്തിലൂടെയുമാണ് ഈശോ ഇത് നിർവഹിക്കുക. ഒരു ചെറു ഉപമയിലൂടെയാണ് ഈശോ തൻ്റെ ഈ വിമർശക മറുപടി ആരംഭിക്കുക. ആഘോഷ അവസരങ്ങളിൽ കുഴൽ ഊതുന്നതനുസരിച്ച് നൃത്തം ചെയ്യുക, അതുപോലെ ദുഃഖ സന്ദർഭങ്ങളിൽ വിലാപഗാനം ആലപിക്കുന്നതിന് അനുസരിച്ച് കരയുക. ഇത് ഒരു യഹൂദ ആചാരക്രമം ആയിരുന്നു. ഇതിനെ അനുകരിച്ച് ഏതാനും കുട്ടി നേതാക്കൾ ചന്തയിലിരുന്ന് വെറുതെ കുഴൽ ഊതുകയും വിലാപഗാനം ആലപിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടിട്ട് അതനുസരിച്ച് ആടുകയും പാടുകയും ചെയ്യാതിരുന്ന അവരുടെ കൂട്ടുകാരെ ആ കുട്ടി നേതാക്കൾ കുറ്റപ്പെടുത്തുകയും വഴക്കു പറയുകയും ചെയ്യുന്നു. ഇതാണ് ഉപമ. ആ ചന്തയിലെ കുട്ടി നേതാക്കൾക്ക് തുല്യരാണ് തൻ്റെ വിമർശകർ എന്നാണ് ഈശോ പറയുക. ഇവിടെ സാഹചര്യങ്ങളുടെ ആവശ്യം അനുസരിച്ചല്ല, വെറും രസത്തിനാണ് കുട്ടി നേതാക്കൾ ചന്തസ്ഥലത്തിരുന്ന് കുഴലൂതിയത്. എന്നിട്ടും തങ്ങളുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് മറ്റു കൂട്ടുകാർ പ്രവർത്തിക്കാതെ വന്നപ്പോൾ ആ കുട്ടി നേതാക്കൾ രോഷാകുലരാകുകയും കൂട്ടുകാരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങൾ എപ്പോൾ എന്ത് ചെയ്താലും അതനുസരിച്ച് മറ്റുള്ളവർ പ്രവർത്തിച്ചുകൊള്ളണം എന്ന ധാർഷ്ട്യവും അഹങ്കാരവും കുട്ടി നേതാക്കൾക്ക് ഉണ്ടായിരുന്നതിനാലാണ് അവർ കൂട്ടുകാരെ കുറ്റപ്പെടുത്തുക എന്നാണ് ഈശോ പറഞ്ഞു വയ്ക്കുക. ഇതേ മനോഭാവത്തോടെ എന്തിനും ഏതിനും തങ്ങളുടെ താളത്തിനൊത്ത് മറ്റുള്ളവർ തുള്ളിയില്ല എങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്ന സമൂഹത്തിലെ കുട്ടി നേതാക്കളാണ് തന്നെ വിമർശിക്കുന്നത് എന്നാണ് ഈശോ പറയുന്നത്. തുടർന്ന് കുട്ടി നേതാക്കളുടെ ഈ മനോഭാവത്തെ തൻ്റെയും സ്നാപക യോഹന്നാൻ്റെയും ജീവിത അനുഭവങ്ങളോട് ബന്ധപ്പെടുത്തി ഈശോ വിവരിക്കുന്നു. യോഹന്നാൻ തികഞ്ഞ താപസനായി കാട്ടുതേനും വെട്ടിക്കിളികളും ഭക്ഷിച്ച് കടന്നു വന്നു. എന്നാൽ ഈശോയാകട്ടെ എല്ലാവരോടും ഒരേപോലെ ഇടപഴകുന്ന, പാപികൾ ഒത്തുപോലും ഭക്ഷണം കഴിക്കുന്ന സാധാരണക്കാരനായിട്ട് വന്നു. തികച്ചും വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിച്ച ഇവർ രണ്ടുപേരും രണ്ട് നേതാക്കളെയും കുട്ടി നേതാക്കൾ ഒരുപോലെ വിമർശിച്ചു. സ്നാപകനെ അവർ ഭ്രാന്തൻ എന്ന് വിളിച്ചു. ഈശോയെ അവർ സുഖലോലുമനും മദ്യപനും എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. ഇതിന് രണ്ടിനും കാരണം ഈശോയും സ്നാപകനും വ്യത്യസ്തമായ രീതിയിലാണ് ജീവിച്ചതും പ്രവർത്തിച്ചതും എങ്കിലും രണ്ടുപേരും ഒരേപോലെ യഹൂദ നേതാക്കൾ പറഞ്ഞ രീതിയിൽ പ്രസംഗിക്കുവാനോ പ്രവർത്തിക്കുവാനോ തയ്യാർ അല്ലായിരുന്നു. അവരുടെ ആഗ്രഹത്തിനും താളത്തിനുമൊത്ത് ഈശോയും സ്നാപകനും പ്രവർത്തിക്കാത്തതിനാൽ രണ്ടുപേരും ഒരേപോലെ വിമർശിക്കപ്പെട്ടു. താളത്തിനൊത്ത് തുള്ളാത്തതിന് കൂട്ടുകാരെ കുറ്റപ്പെടുത്തിയ കുട്ടി നേതാക്കൾക്ക് തുല്യരാണ്
തൻ്റെ വിമർശകരായ യഹൂദ നേതാക്കളെന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഈശോയ്ക്ക് ഇതിലും വലിയ ഒരു ഉദാഹരണം ആവശ്യമില്ലായിരുന്നു. തുടർന്ന് ഒരു ജ്ഞാനവാക്യം എല്ലാവർക്കുമായി നൽകി ഈശോ തൻ്റെ ഉപദേശം അവസാനിപ്പിക്കുന്നു. ജ്ഞാനം ശരി എന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ്. അതാണ് എല്ലാവരുടെയും ചിന്തയ്ക്കായി ഈശോ നൽകിയ ജ്ഞാനശകലം. വിമർശനങ്ങളിലൂടെയും വിമർശകരിലൂടെയുമല്ല ഒരു വസ്തുതയുടെ ശരിയും തെറ്റും നിങ്ങൾ തിരിച്ചറിയേണ്ടത്. കേൾക്കുന്ന വചനം സ്വീകരിക്കുകയും അത് അംഗീകരിച്ച് നടപ്പാക്കുന്നവരിലൂടെയുമാണ് ഓരോ ശരിയും തെറ്റും തിരിച്ചറിയപ്പെടേണ്ടത് എന്നാണ് ഈശോ ഇവിടെ വ്യക്തമാക്കുക. ഈ പഴയ ചിത്രങ്ങളിലൂടെ എന്താണ് ഈശോ ഇന്ന് നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്ന സുവിശേഷം? ഒന്നാമതായി, അന്ന് ഈശോ പറഞ്ഞതുപോലെ ചന്തസ്ഥലത്തിരുന്ന് കുഴലൂതുന്ന ആ കുട്ടി നേതാക്കളുടെ ധാർഷ്ട്യ മനോഭാവം ഉള്ളവർ തന്നെയാണ് ഇന്നും ഈശോയെയും ഈശോയുടെ പ്രതിനിധികളെയും വിമർശിക്കുക എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകുക. രണ്ടാമതായി, അന്ന് ഈശോ ചൂണ്ടിക്കാട്ടിയ അതേ കാരണങ്ങൾ തന്നെയാണ് ഇന്നും എല്ലാ വിമർശനങ്ങളുടെയും അടിസ്ഥാന കാരണം എന്ന് അറിയുക. സമൂഹത്തിലെ നേതാക്കളെന്ന് വിശ്വസിക്കുന്ന ഏതാനും ആളുകളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഇടവകയിൽ നിറവേറ്റപ്പെടുന്നില്ല. ആ കുട്ടി നേതാക്കളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് അച്ഛന്മാർ പ്രവർത്തിക്കുന്നില്ല. സ്നാപകനും ഈശോയും അന്ന് യഹൂദ നേതാക്കളുടെ താളത്തിനൊത്ത് പ്രവർത്തിക്കാതിരുന്നതുപോലെ തന്നെ ഈ ശരി, ഈ യാഥാർത്ഥ്യം എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ ആഗ്രഹിക്കുന്നു. മൂന്നാമതായി, അന്ന് ഈശോ എല്ലാവർക്കുമായി അവസാനം നൽകിയ ഉപദേശവും പഴഞ്ചൊല്ലും ഇന്ന് നമുക്കായും നൽകുന്നു. വഴിമുക്കിലും മൂലകളിലും 4 പേർ കൂടുന്നിടത്തും നടത്തപ്പെടുന്ന കുഴലൂത്തുകളിലൂടെയും വിലാപഗാനങ്ങളിലൂടെയുമല്ല ഓരോ ശരിയും തെറ്റും നാം തിരിച്ചറിയേണ്ടത്. ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് ഈശോ പറഞ്ഞതുപോലെ അത് സ്വീകരിക്കപ്പെടുന്നവരിലൂടെയാണ്. നമ്മുടെ ഇടവക മധ്യസ്ഥയായ കൊച്ചുത്രേസ്യായുടെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ ഉണ്ണീശോയുടെ കളിപ്പന്ത് ആയിരിക്കുക, കുഴലൂത്തുകാരുടെ കളിപ്പന്ത് ആകാതിരിക്കുക.